ഏവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് നമ്മുടെ പറമ്പിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് വന്ന് നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഈ പ്രാവശ്യം പണ്ടത്തെ പോലെ ഒത്തിരി കൃഷികളൊന്നുമില്ല. എങ്കിലും ദേ കുറച്ച് കൃഷികളൊക്കെ അമ്മ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് നമ്മുടെ കുളം കേട്ടോ. കുളം ദേ പയ്യെ നികത്താൻ പോവാണ്. ഇത് മീൻ ഇട്ടിരുന്ന കുളമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് മീൻ ഇടണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറയാം. അതുകൊണ്ട് നമ്മൾ നികത്തുവാണ്. ഇതാണ് നമ്മുടെ നിത്യവഴുതനങ്ങ. കണ്ടില്ലേ ഇതിന്റെ പൂ കണ്ടോ? ഇതിങ്ങനെ ഇരിക്കും ഇതിന്റെ പൂ. ഇതിപ്പോ വൈകുന്നേരമാണോ വിരിയത്തുള്ളൂ? ഓ, ഇപ്പഴല്ല വിരിയണം അല്ലേ? രാവിലെ വിരിയും, വൈകിട്ട് വിരിയും. വൈകുന്നേരം വിരിയും. അപ്പം ഇതിന് മുട്ട് കണ്ടോ? അതെ, ഇത് ഇങ്ങനെ മുട്ട് വരും. മഴ പെയ്തത് കൊണ്ട് ചുരുണ്ടിരിക്കണമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അതാ ഞാനിങ്ങനെ വിടർത്താൻ നോക്കിയത്. പക്ഷെ അതല്ല. ഇനി നിത്യവഴുതന ഉണ്ടായത് കാണിക്കാനായിട്ടൊന്നുമില്ല. അമ്മയുടെ കയ്യിൽ അമ്മ പറിച്ചെടുത്തോട്ട്, അതുകൊണ്ടാണ് കാണാതിരുന്നത്. നോക്കട്ടെ, ഇതാണ് കേട്ടോ നമ്മുടെ നിത്യവഴുതന. ഭയങ്കര രുചിയായി, നല്ല ടേസ്റ്റ് അല്ലേ? മെഴുക്ക് വരട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ അമ്മ? ഇത് കാണിച്ചു തരാവേ. ഇത്ര അരി ചാടരുത്. എത്ര അരി ചാടി കഴിഞ്ഞാൽ അത് പിന്നെ ഇത് മൂത്ത് പോയില്ലേ? ഇത് മൂത്ത് പോയതാ. പക്ഷെ പറിച്ചപ്പോ പിഞ്ച് വേണം അല്ലേ? പാകം ഈ ഒരളവിലിരിക്കണം അല്ലേ? ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ നിത്യവഴുതന. ഇനി വേറെ കുറച്ച് കാഴ്ചകളും കാണാട്ടോ. ഇത് നമ്മുടെ മീൻകുളമായിരുന്നു കേട്ടോ. ഇത് പണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി മീനുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ നമുക്കിനി മീൻ ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പടതയൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പടതയൊക്കെ വാങ്ങിച്ചിടണമെങ്കിൽ ഒത്തിരി പൈസ വേണം. 5,000 രൂപയെങ്കിലും, 4,000 രൂപയും കണ്ട് വേണം ഒരു പടതയ്ക്കെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഇടാൻ പാകത്തിനുള്ള. അപ്പോൾ 2 പടത വേണം. പിന്നെ ഇതിൻ്റെ അടിയിൽ ചാക്ക സാധനങ്ങളൊക്കെ ഇടണം. അങ്ങനെ കുറേ പരിപാടികളുള്ളതുകൊണ്ട് മുടക്കാം. അപ്പോൾ നമ്മുടേത് കീറിപ്പോയ പടതയൊക്കെ നമ്മൾ ഇവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇച്ചിരി മണലിറക്കിയിട്ട വീട്ടിൽ കുറച്ച് പണികൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതുകൊണ്ട് കുളം പരിപാടി നടത്തുന്നില്ല. നമ്മൾ കുളമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് അടിപൊളിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ പൈസയുടെ ചിലവ് കൊണ്ട് അത് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ അത് ഇവിടെയൊക്കെ കൊണ്ടോ അമ്മ കുളത്തിൻ്റെ സൈഡൊക്കെ മാറ്റിയിട്ട് ഇവിടെ എല്ലാം ഓരോന്നൊക്കെ നടാനുള്ള പരിപാടികളിലൊക്കെയാണ് കേട്ടോ. ചീര പാകാനല്ലേ ഇത്? പാകിയില്ല അല്ലേ? മഴ ആയതുകൊണ്ട് ചീര ഇതുവരെ പാകിയിട്ടില്ല കേട്ടോ. വെള്ളം തെന്നി പോകും. അതുകൊണ്ട് കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ട്. നമ്മളിത് ഇവിടെ കുറച്ച് ചേമ്പൊക്കെ ഈ പ്രാവശ്യം നട്ടിട്ടുണ്ട് കേട്ടോ. ചേമ്പൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമ്മുടെ ചെങ്കതളിയാണ് കേട്ടോ. ഇത് ചെങ്കതളി കൊല ഇങ്ങനെ നിൽക്കുവാണ്. ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് വെട്ടാനായിട്ട് ഭയങ്കര ഹൈറ്റ് ആട്ടോ. എന്തേ കണ്ടില്ല, നല്ല പൊക്കം ഉണ്ട്. എനിക്കറിയില്ല ഇത്രയും പൊക്കം വരുന്നത് എന്നാന്ന്. ചോല ആയതുകൊണ്ടാണോ അമ്മേ? ചോലയുള്ള കൊണ്ടാ? ചോല എന്ന് പറഞ്ഞാൽ അത്ര വലിയ ചോല ഇല്ല അല്ലേ? പക്ഷെ എന്നാലും ഇത് ഭയങ്കര ഹൈറ്റിലാട്ടോ നിൽക്കുന്നത്. അതെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ചെങ്കതളിയുടെ കൊല. കണ്ടോ ഈ കൊല വെട്ടിയെടുക്കണം. അപ്പോൾ വെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഞാൻ അല്ല അമ്മ അത് ഇലയെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. തോട്ടിക്ക് കട്ട് ചെയ്ത്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ താഴെ ഇറക്കുമെന്നാണ്. സാധാരണ നമ്മളൊരു വെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചരിച്ചാൽ വാഴക്കൊല പോരും, അങ്ങനെയാണ്. പക്ഷെ ഇത് ഇത്രയും ഹൈറ്റ് ആകാശമുട്ട നിൽക്കുന്നത് കൊണ്ട് നമ്മളൊരു കയറിട്ട് കെട്ടാലേ താഴെ പോരും. അപ്പോൾ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് എന്തായാലും കൊല വെട്ടാന്ന് വിചാരിക്കുവാണ്. പിന്നെ വേറെ കുറച്ച് സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇന്ന്. ഇത് നമ്മുടെ സ്നൂപ്പി ആട്ടോ. സ്നൂപ്പിക്ക് നമ്മൾ കൂടെ ഒക്കെ പണിത്. സ്നൂപ്പി ഹായ്. സ്നൂപ്പി ഒരു ഹായ് പറഞ്ഞേ. സ്നൂപ്പി ഒരു ഹായ് പറഞ്ഞേ. സ്നൂപ്പിയുടെ കാലിന് എന്തോ പറ്റിയില്ല അമ്മേ? എന്തോ പറ്റി കാലിന് സ്നൂപ്പിയുടെ? എന്നടാ പറ്റിയേ? നിന്നെ ആരെങ്കിലും എറിഞ്ഞോടാ സ്നൂപ്പിനെ കണ്ടോ? സ്നൂപ്പിനെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഇരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ അച്ഛനും അമ്മയും തന്നെയല്ലേ ഇവിടെ ഉള്ളൂ. നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിലും ആശുപത്രി കേസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവനെ നോക്കാനുള്ളതുകൊണ്ട് അമ്മ എങ്ങും പോകാറില്ല. അച്ഛനും അമ്മയൊന്നും ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഇവരങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അവളുടെ അടുത്തേക്ക്. പക്ഷേങ്കിൽ ഇവനെ എന്നെ ചെയ്യും. അത് കാരണം ഭയങ്കര പാട്. ചിലരൊക്കെ പറയോ കൊണ്ട് കളാന്ന്. ഞാനെ കൊണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ അല്ലേടാ ചക്കരമുത്തേ? സ്നൂപ്പി കുഞ്ഞേ അല്ലേ? പിന്നെ ഹോസ്റ്റലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. വൈക്കത്തൊരു ഹോസ്റ്റലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചിരിക്കണം. പിന്നെ വേറെ അറിയണ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ വീട്ടിൽ കുറച്ച് ദിവസം കൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ നിൽക്കുമോ, അതാണ് പ്രശ്നം. ഇവൻ ഭയങ്കര ഒരാൾക്കാരെ ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അതുപോലെ പ്രശ്നമാണ് ഇവന്. പ്രശ്നം മീൻസ് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ടൈപ്പാണ് ഇവൻ. ഓക്കെ, ഇത് നമ്മുടെ പക്ഷിക്കൂടാട്ടോ. പക്ഷിക്കൂടിൻ്റെ അകത്തത് പക്ഷികളെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷികളെ നിങ്ങളൊന്ന് കാണിക്കാവേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും കൂടിയാണ് ഇവരെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇവരെ നമ്മൾ കൊടുക്കാൻ പോവുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ചേ ഉള്ളൂ. കുറേയൊക്കെ ഇങ്ങനെ പോയി കേട്ടോ പക്ഷികൾ. നമുക്ക് ഒത്തിരി പക്ഷികൾ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ
ഇപ്പം എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവർക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ നോക്കണം, തെന വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ നമുക്ക് ഇവർക്ക് പാടില്ലാത്തതുകൊണ്ട് സുഖമില്ലാത്തതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരെ കടയിൽ കൊണ്ട് പെറ്റ് ഷോപ്പിൽ ചോദിച്ചു. അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് വിലയൊന്നും ഇല്ല എന്നാലും എടുക്കാമെന്ന് പറഞ്ഞ്. സാരമില്ല എന്നാലും ഇവരെ പെറ്റ് ഷോപ്പിലേക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് ഇവരെ പിടിക്കണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സങ്കടപ്പെട്ടിരിപ്പുണ്ട് ഇന്ന്. അപ്പോൾ ഇവരെ ഇന്ന് ഒഴിവാക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അത് പിന്നെ കുഴപ്പമില്ല, ഇവരിഷ്ടമുള്ള ആൾക്കാർ ആരിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കാര്യം. പിന്നെ സ്നൂപ്പി അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സ്നൂപ്പിയുടെ കാലിന് എന്നാ പറ്റിയെന്ന് അറിയാൻ പാടില്ല. സ്നൂപ്പി കഴിഞ്ഞാൽ കാലിന് എന്നാ പറ്റിയെന്ന് നമുക്ക് നോക്കാം. സ്നൂപ്പി, ചക്കരമുത്തേ, ഇങ്ങനെ ഇറങ്ങി വന്നേ. എന്നാ പറ്റിയ നിന്റെ കാലിന്? കാണിച്ചേടാ, കാല് കാണിച്ചേ. ആ കാല് കാണിച്ചേ, ഇങ്ങ കാണിച്ച കാല്. ഇപ്പൊ അഴിച്ചുവിട്ട ഇപ്പൊ അങ്ങ് പോകൂല്ലേ. അപ്പൊ അവന് കാലിന് കുഴപ്പമൊന്നുമില്ല. അഴിച്ചുവിട്ട കണ്ടോ ഡോറ് തുറക്കാനാ, കണ്ടില്ലേ? എടാ ആ അടക്കി, കണ്ടോ അങ്ങനെ പിടിച്ചടക്കി തന്നെ. ഇപ്പൊ നിനക്ക് കാലിന് കുഴപ്പമില്ലടാ. നിന്റെ വേഷം കെട്ടാണോ? ഇപ്പൊ തുറക്കണില്ല കേട്ടോ, ഇപ്പൊ തുറക്കണില്ലേ. നോക്കണം, അവൻ ഇറങ്ങി പോകാനുള്ള പണിയാ അവന്റെ. എടാ തുറക്കണോടാ, തുറക്കണോന്നേക്കും വാതിക്കോ നിൽക്കും. എടാ സ്നൂപ്പി കുഞ്ഞേ, ഞാൻ വിളിക്കുമ്പോ ഇങ്ങനെ പോയും. ഇല്ല തുറക്കണില്ല, ഡോറ് തുറക്കണില്ല. ഇപ്പൊ നീ സർക്കിട്ട് കഴിഞ്ഞ് വന്നതല്ലേ. സ്നൂപ്പിയെ സ്നൂപ്പിയുടെ ബെൽറ്റ് എന്നാ മൂരി മാറ്റിയേ? ആണോ? സ്നൂപ്പിയുടെ കഴുത്തിലെ ബെൽറ്റ് ഇത് എന്തോ മുറിഞ്ഞു പോയതുകൊണ്ട് ബെൽറ്റ് മാറ്റിയുടെ ഒരു കയറിട്ട് കെട്ടി വെച്ചേക്കും ഇപ്പൊ സ്നൂപ്പിനെ. പിന്നെ അവനെ ചെയിനിൽ ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ കയറും കൂടെ വേണമെങ്കിൽ അഴിച്ച് കളയാറുണ്ട്. അവനങ്ങ് സ്വതന്ത്രനായിട്ട് എൻ്റെ അടുത്ത് നടന്നതിനായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വലിയൊരു ഏണിയൊക്കെ കൊണ്ട് ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ പിടിക്കാനൊന്നും ഇല്ലല്ലോ വെട്ടിക്കഴിഞ്ഞാൽ. ഇങ്ങനെ ഇലയിലൊന്നും പിടിച്ച് നമുക്ക് താത്താൻ പറ്റാത്തതുകൊണ്ട് ഏണി വെച്ചിട്ട് ഒരു കയറിടാന്ന് വിചാരിച്ചു. അപ്പം അമ്മ അത് വലിയ കയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കയറും വാക്കത്തിയൊക്കെ ആയിട്ട്. എവിടെ ഇടണമേ? എന്തായാലും നമ്മുടെ ഐഡിയ മൊത്തം പാളിപ്പോയിട്ടോ. മലപ്പുറം കത്തി പവനായി ശവമായി എന്ന് പറയുന്ന പോലെ നമ്മുടെ കൊല എന്താണെങ്കിലും കെട്ടിയിറക്കി ഇപ്പം മാറിപ്പോയിട്ടോ. താഴെ വീണു, ചതഞ്ഞ് കണ്ടില്ല, ചതഞ്ഞ ഒരു പരിവായി പോയി നമ്മുടെ ചെങ്കതളി. എന്താണേലും ഇത്രയും താങ്ങത്തില്ല, നല്ല ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഇത്രയും വെയിറ്റ് നമ്മൾ കയ്യിലെടുത്ത് നിർത്താൻ നമുക്ക് പറ്റത്തില്ല. എൻ്റെ കൈ ഒടിഞ്ഞു പോകാതിരിക്കണേക്കാൾ നല്ലതല്ലേ ഇത് കോളേജ് ചതഞ്ഞത്. നമ്മുടെ നാഗാമിർച്ചി. അപ്പോൾ ഇത് നമ്മളിന്ന് കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കത്തൊന്നുമില്ല ഇത്, പിന്നെ ഇങ്ങനെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പഴുത്ത് ഉണങ്ങി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം, പാകം. ഇത് നമ്മൾ മണിപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന മുളക് കേട്ടോ, നാഗാമിർച്ചി. ഇതിൻ്റെ സൈസൊക്കെ ഇപ്പോൾ കുറഞ്ഞു, പക്ഷേ ഇതല്ല, ഇതിൻ്റെ ഒരു 3 മുളക് കൂടുന്ന അത്രയും വലിപ്പത്തിൽ ഇതുണ്ടാകും. നമ്മളിത് ആവശ്യമില്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് അങ്ങ് ശുശ്രൂഷയൊന്നും ചെയ്തിട്ടില്ല. കണ്ടത് ഇത് കണ്ടോ, ഇതുപോലെ വരും മുളക്, കണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ പറിച്ചു വെച്ചു. വാഴക്കൊല എന്താണെങ്കിലും നമ്മുടെ പ്ലാൻ എന്താണെങ്കിലും മാറിപ്പോയില്ലേ, പ്ലാൻ തെറ്റിപ്പോയി. അപ്പോൾ എന്തായാലും വാഴ ഒടിഞ്ഞ് നിലത്ത് മുട്ടി കൊല എന്താണെങ്കിലും കുറേ കൊല ഇങ്ങനെ ഇളകിപ്പോയി. ഈ കൊലയൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ ഇരുന്നാലും പഴുത്തോളൂ അല്ലേ. പക്ഷെ 1-2 കൊല ഇങ്ങനെ ചതഞ്ഞു പോയി നിലത്ത് മുട്ടിയപ്പോഴത്തേക്ക്. അതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നാൾ നട്ട കാച്ചിലില്ലേ, നമ്മളൊരിക്കൽ കാണിച്ചില്ലായിരുന്നു കാച്ചിലിന് കുഴി കുത്തുന്നതൊക്കെ അല്ലേ. അന്ന് നട്ട കാച്ചിലാണ് കേട്ടോ ഇത് നമ്മുടെ കുറെ കാച്ചിലുണ്ട്, ഇനിയുണ്ട് കാച്ചിൽ പറിക്കാനായിട്ട് അല്ലേ. അപ്പൊ ഇത് കുറെ കാച്ചിൽ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാച്ചിലല്ലേ. ഇത് ചോരക്കാച്ചിലാണോ? ഇത് കാണിച്ചേ. ഇത് ചോര, നീല നിറമുള്ള കാച്ചിൽ. ഇതൊക്കെ ചെറിയ കാച്ചിലുകളാണ്. ഇത് കാച്ചിൽ തന്നെയാണോ? അതും ചോരക്കാച്ചിൽ അല്ലേ. അപ്പൊ ഇത്രയും കാച്ചിലുണ്ട്, നമ്മുടെ വാഴക്കൊലയുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാഗാമിർച്ചി ഇരിക്കുന്നതാണ്. പിന്നെ പാത്രത്തിൽ ഇരിക്കുന്നില്ല പുറകില്, അതെന്നാമത് ചെറുകിഴങ്ങ്. ഇത് ഇത്രേ ഉള്ളു, ഇത് എടുത്താണോ? ഓ, പഴയത് കിടന്നത് ഇങ്ങനെ പോയിപ്പോ കിട്ടിയതല്ലേ. അതുപോലെ ഇതിനകത്തൊക്കെ ഇടാൻ കൊള്ളാം, വല്ല പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അല്ലേ. അത് തന്നെ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ പണികള്. അപ്പൊ എന്തായാലും നമ്മുടെ വാഴക്കൊല വെട്ടൽ പ്ലാനാണ്. അതാണ് എന്തായാലും ചീറ്റിപ്പോയത്. എന്തായാലും കുത്തി വീണത് കണ്ടില്ല, ഇവിടെ എല്ലാം കണ്ടോ ഇങ്ങനെ
പോയി എന്താണേലും. പക്ഷെ അത് നമ്മള് കുറ്റം പെടുമല്ലേ, ഞങ്ങളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ട് തന്നെ അത് വെട്ടിയാലും ഇറക്കൂലായിരുന്നു. കാര്യം അതുപോലെ കനമായിരുന്നു. വാഴ വലിയ വാഴ, കായും അതുപോലെ തന്നെ വലിയ മുഴുത്ത കായ ആയതുകൊണ്ട്. ഇനി അടുത്തത് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐഡിയോളജിക്കലി നമുക്ക് ചെയ്യാം അല്ലേ. ഏതായാലും ചീറ്റി പോയി. ഒരു പ്രാവശ്യം നമുക്ക് എന്തായാലും അബദ്ധം പറ്റിപ്പോയി, അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാം. 5-6 കായ ചതഞ്ഞുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ നമുക്ക് കിട്ടിയത് ഞാൻ പടലി അടന്നു പോകുന്നേ ഉള്ളു കേട്ടോ. ഇതിരുന്നാലും പഴുത്തോളും അല്ലേ. പിന്നെ എങ്ങനെ വെച്ചിരുന്ന പഴുക്കും. വെയിലത്തൊന്ന് വെക്കണം, വെയിലത്തൊന്ന് വെച്ചിട്ട് നമ്മൾ 2 പാലയുടെ ഇലയൊക്കെ ഒടിച്ചിടുമ്പോ 2 ദിവസം കൊണ്ട് പഴമാവും. അതൊരു ട്രിക്ക് ആട്ടോ. കാരണം നമ്മൾ കലത്തിന്റെ അകത്ത് വാഴയുടെ ഇത് ഇങ്ങനെ പടല തിരിച്ചിങ്ങനെ വെച്ചിട്ട് ഇത് വെയിലത്തൊന്ന് വെച്ച് ചൂടാക്കും. പാലയുടെ ഇലയും ചൂടാക്കും വെയിലത്തൊടിച്ചിട്ട്. പാലയിലയും എന്നിട്ട് ഇത് പറക്കിയിട്ട് രണ്ടും കൂടെ അതിന്റെ മുകളിൽ പാലയുടെ ഇലയും വെച്ച് കായും വെച്ച് കഴിയുമ്പോൾ 3 ദിവസം ആകുമ്പോഴത്തെ പഴമാവും. അപ്പൊ അങ്ങനെ പഴമൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഞങ്ങള് രാവിലത്തെ ഓരോ പരിപാടികളിലേക്കൊക്കെ പോകട്ടെ. അപ്പൊ എല്ലാവർക്കും കാച്ചിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്ഥലമില്ലാത്തവരാണെങ്കിലും നമുക്ക് 2 കാച്ചിൽ നടണമെങ്കിൽ നമ്മൾ ചാക്കിനകത്ത് നമ്മൾ കരിയിലിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണും ഒക്കെ ഇട്ട് കാച്ചിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇതിലും വലിയ കാച്ചിലിട്ട് ഇത് ഞാനിപ്പോൾ എനിക്കെന്നെ പറ്റൂല. ഞാൻ പറമ്പിലൊക്കെ ചെറിയ ചെറിയ കുഴികൾ എടുത്തിട്ട് അങ്ങനെ നട്ടതാണ്. നമ്മുടെ കൊതികൊണ്ട് നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര വിലയായി ഇപ്പൊ കാച്ചിലിനും ചേമ്പിന് 1 കിലോയ്ക്ക് 100 രൂപയൊക്കെ. ചേനയ്ക്ക് 1 കിലോയ്ക്ക് 100 110 കണ്ടാ. കാച്ചിലിനും അതുപോലെ ഭയങ്കര വിലയായി. ഇപ്പൊ ഞങ്ങൾ 2-3 ദിവസം പുഴുങ്ങി തിന്നു, പുഴുക്കുണ്ടാക്കി, പല പല കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് വേറെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ചങ്കരന്റെ പരിപാടിയായിരുന്നു കേട്ടോ, സ്കൂളിലെ പരിപാടിയായിരുന്നു. ഇന്നലെ ആനിവേഴ്സറി. ഇന്ന് തമ്പു രാവിലെ റെഡി ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ, ഡാൻസിന് റെഡിയായി പോയിട്ടുണ്ട്. ഫാൻസി ഡ്രസ്സ് ഉണ്ട് അല്ലേ, ഫാൻസി ഡ്രസ്സ്, സിനിമാറ്റിക് ഡാൻസ്. രാവിലെ സിനിമാറ്റിക് ഡാൻസിന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫോട്ടോ വീഡിയോ കോളൊക്കെ വിളിച്ച് ഞങ്ങൾ കണ്ടു. ഇനിയിപ്പോ അവിടെ ചെണ്ട എന്നെ കളിക്കുമെന്ന് അറിയാൻ പാടില്ല അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പകുതി കളിച്ച നിർത്തിക്കോ ഞാൻ വിഷമിച്ചത്. അങ്ങനെയല്ല, കഴിഞ്ഞ പ്രാവശ്യം കളിച്ച ഡാൻസിന്റെ പാട്ടേ 3-4 പാട്ടുകൾ ഇങ്ങനെ ഒന്നിച്ച് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തുള്ള പാട്ടായിരുന്നു. അപ്പൊ ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയും മതി ഇത്രയൊക്കെ മതി, കട്ടൻ താത്തിക്കോളാൻ പറഞ്ഞ്. ഈ പ്രാവശ്യം അതുകൊണ്ട് എന്നെ ആവുമെന്ന് അറിയാൻ പാടില്ല. ഇന്നലെ വൈകുന്നേരം നന്നായിട്ടൊക്കെ കളിച്ചു. അപ്പൊ ഇന്നിപ്പോ എന്ത് ആകുമെന്ന് അറിയാൻ പാടില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കൃഷിയുടെ സാധനങ്ങളും, കൃഷിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ ചെയ്ത കൃഷികളും, പിന്നെ നമ്മുടെ ചങ്കരന്റെ വിഷ്വലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. പിന്നെ തമ്പുവിന്റെ ഇന്നത്തെ പരിപാടിയുടെ വീഡിയോയും കൂടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കൃഷിയുടെ ഫലങ്ങളെല്ലാം എടുത്തു കൊണ്ട് വെച്ചിട്ടുണ്ട് ഉള്ളതൊക്കെ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും ഒന്നും ആരും മറക്കുകയും ചെയ്യരുത്.